ഹലോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പഴനിമല ദർശനം എല്ലാം കഴിഞ്ഞിട്ട് കൊടൈക്കനാലിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി അവിടെയുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് പോകുമ്പോഴും നമുക്ക് പഴനിമല കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും ഞങ്ങൾക്കും സുഖം തന്നെയാണ്. പിന്നെ എൻ്റെ ഹെൽത്ത് അല്പം കുഴപ്പമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് പോവുകയാണെന്ന്. പക്ഷേ ഇതേ കയറ്റം കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് പണി കിട്ടി. പഴനിയിൽ നമ്മൾ പോരുമ്പോൾ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നല്ല കയറ്റമൊക്കെ ആയിരുന്നു. പിന്നെ നല്ല വളവാണ് കേട്ടോ റോഡിനൊക്കെ. അങ്ങനെയാണ് പ്രശ്നമായത്. അവിടെ ചെന്നതിന് ശേഷം എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതേ കൊടൈക്കനാലിൽ വന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആ മുഖത്ത് ആ ക്ഷീണം ഉണ്ടായിരുന്നു, വൊമിറ്റ് ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ നല്ലതായിരുന്നു. ഇവിടുത്തെ ഫുഡും ഒക്കെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പഴനിയിൽ നിന്ന് ഫുഡ് കഴിച്ചതാണ് എനിക്ക് എന്തോ പിടിക്കായി വന്നത്. അപ്പം നമ്മളിവിടെ ആദ്യം വന്നപ്പോൾ തന്നെ കുതിര സവാരിയാണ് കേട്ടോ. മോനും ആങ്ങളയുടെ ചെറിയ മോനും കൂടെ ഇളയാളും കൂടെ ആണ് കുതിരപ്പുറത്തിരിക്കുന്നത്. അവർക്ക് കുതിര സവാരി ചെയ്യണമെന്ന് വലിയ ആഗ്രഹം. അപ്പോൾ അത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിനുശേഷം അനിയത്തിൻ്റെ മോനും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കണം കേട്ടോ. ഒത്തിരി കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ടൊക്കെ. എന്ത് ഭംഗിയാണെന്നറിയാമോ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം കേട്ടോ. വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങളിവിടെ വന്ന സമയം എന്ന് വെച്ചാൽ രാവിലെ 10 മണിയായിരുന്നു കേട്ടോ. നല്ല വെയിലാണേ, തല പൊട്ടിപ്പോണ വെയിലായിരുന്നു. പിന്നെ എല്ലാവരും തൊപ്പിയും ഗ്ലാസും ഒക്കെ വാങ്ങിച്ചു വെച്ച് കേട്ടോ. കണ്ണിന് ചൂടടിക്കാതിരിക്കാൻ ഗ്ലാസും വെച്ച്. തൊപ്പി ഞങ്ങളാരും വെച്ചില്ല കേട്ടോ. ദാഹവും വിശപ്പും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ രാവിലെ പഴനിയിൽ നിന്ന് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുന്നെങ്കിൽ എനിക്ക് അതൊന്നും തങ്ങിയില്ലല്ലോ. കാരണം എനിക്ക് നല്ല പരവേശം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഐസ്ക്രീം മോൻ എടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ഞങ്ങളെല്ലാവരും ഐസ്ക്രീം കഴിക്കണേ. കുതിരസവാരി കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് ബലൂൺ ഷൂട്ടാണ്. ഇത് അനിയത്തിയുടെ മോനാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ അടുത്ത് ബോട്ടിംഗ് ആയിരുന്നു. അതിനായിട്ട് കുറച്ചങ്ങോട്ട് നടക്കണമായിരുന്നു. അവിടെ ഒത്തിരി കുരങ്ങന്മാരുണ്ടായിരുന്നു. പിന്നെ സൈക്ലിംഗ് പെൺകുട്ടികൾ ഒരു സൈക്കിളിൽ തന്നെ 2 സീറ്റിട്ട് ചവിട്ടിപ്പോകുന്ന ഒരു മോൾക്കിടത് കയറണമെന്നുണ്ടായിരുന്നു. പിന്നെ സമയമില്ലാഞ്ഞുകൊണ്ട് നമ്മൾ കയറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ബോട്ടിങ്ങിനായിട്ട് അവർ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയപ്പോൾ നമ്മളവിടെ വെയിറ്റിംഗ് ആയിരുന്നേ. പെഡസ്റ്റൽ ബോട്ടാണ് കേട്ടോ. ഒരു ബോട്ടിൽ 4 പേര് വെച്ചിട്ടാണ് കയറണം. അപ്പം ഞങ്ങൾ 13 പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. കുട്ടികളെല്ലാവരും കൂടെ ഒരു ബോട്ടിൽ കയറി. ഞാനും അനിയത്തിയും പിന്നെ ആങ്ങളയും വൈഫും കൂടെ ഒരു ബോട്ടിൽ. പിന്നെ ചേട്ടനും ചേട്ടനും അനിയനും അച്ഛനും അമ്മയും കൂടെ ഒരു ബോട്ടിൽ. അങ്ങനെ 3 ബോട്ടായിരുന്നേ. ഇത് കുട്ടികൾ കയറിയ ബോട്ടായിരുന്നേ. ഞങ്ങളുടെ ബോട്ട് വരുന്നത് അവർ നോക്കിയിട്ട് ഞങ്ങളുടെ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് ഇടിക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. ഊട്ടിയിൽ പോയപ്പോഴും ഇതുപോലെ ബോട്ടിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെഡസ്റ്റൽ ബോട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അറിയാമല്ലോ. 2 പേര് ഫ്രണ്ടിലിരിക്കുന്ന 2 പേര് ചവിട്ടിക്കൊണ്ട് പോകുന്നതാണ് പെഡസ്റ്റൽ ബോട്ട്. ഇവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമാണ് കേട്ടോ. നമുക്ക് നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ. ഇവിടെ പിന്നെ അധികം ചൂടൊന്നുമില്ല കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്. ബോട്ടിലിരുന്നപ്പോൾ ഞാനൊരു മാമ്പൽ പറിച്ചതാണേ. നല്ല നീല കളർ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അങ്ങനെ പറിച്ചെടുത്തതാണ്. ഞങ്ങളിതേ തണലത്ത് 3 ബോട്ടും കൂടെ അടുപ്പിച്ച് കേട്ടോ. ആ കാണുന്ന ബോട്ടിലാണ് ഒരു ചേട്ടനും അനിയനും അച്ഛനും അമ്മയും കൂടെ ഇരിക്കുന്നത്. പിന്നെ മറ്റേത് കുട്ടികളുടെ ബോട്ടാണ്. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കുട്ടികളുടെ ബോട്ട് ഞങ്ങളുടെ ബോട്ടായിട്ട് ഇടിക്കാനായിട്ട് വരുന്നുണ്ടേ. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും വിശേഷങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പം തന്നെ 5 മിനിറ്റിൽ കൂടുതലുണ്ട് വീഡിയോ.
അപ്പോൾ നമുക്ക് ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത ഒരു സെക്കൻഡ് പാർട്ടിൽ ഞാൻ ഇടാവേ. നാളെ തന്നെ ഉണ്ടാവും കേട്ടോ, ഇതിൻ്റെ ബാക്കി നാളെ തന്നെ ഇടാം. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിക്കണം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും വേണേ. അപ്പോൾ നാളെ കാണാം. ടാറ്റാ.